ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 40:8 സങ്കീർത്തകൻ ഹൃദയത്തിൻ്റെ നിറവോടെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. ഹല്ലേലൂയ. എന്താണ് സന്തോഷം? ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുകയാണ് സന്തോഷം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഏറെ അടുത്ത് ധ്യാനിക്കുന്ന ദിനങ്ങളാണ് ഈശോയുടെ തിരുപ്പിറവിക്ക് ഒരുങ്ങുന്ന ഈ ദിനങ്ങളെന്ന് പറയുന്നത്. ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് അമ്മ ഏറ്റുപറഞ്ഞതാണ്: ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ദൈവഹിതത്തിന് അമ്മ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് ആവശ്യമായത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ്. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മ ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറയാൻ ഈ വചനം ശ്രവിക്കുന്ന പ്രാരംഭത്തിൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ നല്ല ദിനത്തിൽ ആത്മാവിൻ്റെ പ്രത്യേക ഒരു നിറവുള്ള നിമിഷങ്ങളാണ്. പരിശുദ്ധാത്മാവ് അനേകരുടെ ഹൃദയങ്ങളെ ഈ സമയത്ത് സ്പർശിക്കും, വചനത്താൽ നിറയ്ക്കും. പുതിയ ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും. ദൈവഹിതം അന്വേഷിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള പ്രത്യേക അഭിഷേകം ഈ സമയത്ത് ഒത്തിരി ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പകരും. അതുകൊണ്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് മനസ്സിനെ ഏകാഗ്രമാക്കാം. കൈകളൊന്ന് കുപ്പിപ്പിടിച്ച് ഒരു നിമിഷം കണ്ണുകളടച്ച് എല്ലാ ദൈവമക്കളും നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ കരുണയോടെ തൊടുന്ന ഒരു സമയമാണ് ഇത് എന്ന് തിരിച്ചറിയാം. ദൈവേഷ്ടം നിറവേറ്റാൻ പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു പുതിയ അഭിഷേകം നിറയ്ക്കുന്ന നിമിഷങ്ങളാണ്. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മ ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കരുണയോടെ നിറയും എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ആത്മശക്തി നിറയാൻ, അഭിഷേകം നിറയാൻ, ഒരു പുതിയ ഉണർവ് നിറയാൻ, ഒരു പുതു ചൈതന്യമായ പ്രകാശം എൻ്റെ ഉള്ളിൽ ഉയർക്കൊള്ളാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് നിർത്തി പിടിക്കട്ടെ. ഹൃദയത്തിൽ ആഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിനിലേക്ക് നിറയണം, ആത്മശക്തി എന്നിൽ ആവസിക്കണം. ഈ ദാഹത്തോടെ കരമുയർത്തി അധരം തുറന്ന് ദൈവനാമത്തെ ഒരുമിച്ച് ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയിൽ ആവസിച്ച ദൈവിക ശക്തിയെ, അമ്മയുടെ ഉദരത്തിൽ യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കാൻ കാരണമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളിലും വചനം മാംസം ധരിക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ, ദൈവഹിതം അന്വേഷിച്ച് ദൈവഹിതം നിറവേറ്റുന്ന ജീവിതങ്ങളായിട്ട് ഞങ്ങളുടെ മാറുവാൻ, ഓ പരിശുദ്ധാത്മാവേ, ജ്ഞാനം കൊണ്ട്, ശക്തി കൊണ്ട്, ദൈവഹിതത്തിന്റെ അരൂപി കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് ആവസിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം ശ്രവിക്കുന്ന ഓരോ ദൈവമക്കളും വചനത്തിൽ ആടപ്പെടാനുള്ള ശക്തി ലഭിക്കാൻ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ആവസിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, പുതിയൊരു ചൈതന്യം നിറയട്ടെ, പുതിയൊരു പ്രകാശം അനേക ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ ആവസിക്കട്ടെ. ദാഹത്തോടെ കൈകൾ താഴ്ത്തി കൈകൾ അടിച്ച് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കട്ടെ. ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സ്വർഗീയാക്കിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹൃദയത്തിൽ ആഗ്രഹിക്കട്ടെ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ആത്മാവേ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ ആത്മനദിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, ആത്മാവേ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, ആത്മനദിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ, മഴ പോലെ പെയ്തിറങ്ങി വാ, വസന്തവൃഷ്ടി പോലെ, മഴ പോലെ പെയ്തിറങ്ങി വാ, പരിശുദ്ധാത്മാവ് മഴ ആവസിക്കട്ടെ. പോലെ പെയ്തിറങ്ങി വാ. Come, come Holy Spirit, come. ആത്മാവിന്റെ ശക്തി നിറയട്ടെ. Come, Holy Spirit, come. പരിശുദ്ധാത്മാവേ, Come, അവിടുത്തെ ദിവ്യ പ്രകാശത്താൽ അനേക ഹൃദയങ്ങള് ഇപ്പോൾ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ജ്ഞാനം നിറയ്ക്കണമേ, അഭിഷേകം നിറയ്ക്കണമേ, ചൈതന്യം നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ. Come Holy Spirit. Hallelujah, hallelujah.
ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് ഓരോ ജീവിതങ്ങൾ ആത്മാവിന് വിട്ടുകൊടുത്ത് ആത്മാവിൽ നിറഞ്ഞ ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ ആരാധിക്കട്ടെ. ഓരോ മക്കളും ആരാധിക്കട്ടെ, ഹൃദയം തുറന്ന് ആരാധിക്കട്ടെ, സന്തോഷത്തോടെ ആരാധിക്കട്ടെ, ആത്മസന്തോഷത്തോടെ ആരാധിച്ച് ഇരു കരങ്ങൾ ഒരിക്കൽ കൂടെ ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെടുക. ആത്മശക്തി നിറഞ്ഞ സന്തോഷത്തോടെ കൂടുതൽ കൂടുതൽ അഭിഷേകത്തിലേക്ക് വരാൻ ആഗ്രഹത്തോടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വചനത്തിൽ ആഴപ്പെടാൻ, പരിശുദ്ധമ്മയെ പോലെ, വിശുദ്ധരെ പോലെ, രക്തസാക്ഷികളെ പോലെ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ മരിക്കാൻ ഒതുങ്ങുന്ന ഒരു പുതിയ അഭിഷേകം നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയോട് ചേർന്ന് ജീവിക്കാൻ ആവശ്യമായ അഭിഷേകം നിറയാൻ പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് എല്ലാവരും പ്രാർത്ഥിക്കും. മഴ പോലെ ആത്മാവ് നിറയെ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധാത്മാവേ, ഓരോ മനസ്സുകളെയും കരുണയോടെ തൊടണമേ. ഓരോ മനസ്സുകളിലും ദൈവഹിതം അന്വേഷിക്കുന്ന ദൈവിക ജ്ഞാനത്തിൻ്റെ നിറവ് സംഭവിക്കട്ടെ. പരിശുദ്ധമ്മേ, വിശുദ്ധ പിതാവേ, സകല വിശുദ്ധര മാലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. ഈശോയുടെ തിരുപ്പിറവിയുടെ ഒരുക്കത്തിൻ്റെ ദിനങ്ങളിലാണ് നമ്മൾ. പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൂതൻ വന്ന ഈ മംഗളവാർത്ത അറിയിക്കുമ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണത്? സാധാരണ മാനുഷികതയുടെ ചോദ്യമാണത്. ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 37-ാം വചനത്തിൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് ദൂതൻ പറയുമ്പോൾ അമ്മ ഹൃദയത്തിൻ്റെ നിറവിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച അമ്മ പറയാണ്, ഇനി എൻ്റെ ഒരു ഹിതവും ഇതിനകത്തില്ല, നിറവേറേണ്ട ഹിതം ദൈവത്തിൻ്റെതാ. പ്രിയപ്പെട്ടവരെ, ഓർക്ക, അമ്മ ഈശോയെ പഠിപ്പിച്ചത് ഇതാ. അതാണ് കുരിശ കടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എന്തുകൊണ്ടാ അങ്ങനെ കൈവിട്ടത് എന്ന പുത്രൻ്റെ നിലവിളി. ഒരു ഉത്തരം അതിനുണ്ടായിരുന്നില്ലല്ലേ? ഉത്തരമൊന്നും ഉണ്ടായില്ല. പക്ഷേ ആ നിശബ്ദതയിൽ ഈശോ ഏറ്റുപറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. കുഞ്ഞുനാൾ മുതൽ അമ്മ ചൊല്ലിപ്പഠിപ്പിച്ച, അമ്മയുടെ ജീവിതത്തിൽ മോൻ കണ്ട പാഠമാണിതെന്ത്? എല്ലാത്തിലും ദൈവേഷ്ടം നിറവേറട്ടെ എന്ന് പറയാൻ മാത്രമുള്ള വിശ്വാസത്തിൻ്റെ ഒരു ആർജവത്വം. ഞാൻ ഓർക്കാം, ഈ കാലഘട്ടത്തിൽ ദൈവം ഒരുപാട് മക്കൾക്ക് ഈ ഒരു കൃപ കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി മക്കളുടെ ജീവിതത്തിൽ ഈ ഒരു ആത്മീയ നിറവോടെ ഇങ്ങനെ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു അഭിഷേകം ഉണ്ടാകും. ഇവിടെ ഇരിക്കുന്ന ഒത്തിരിയേറെ പേരുടെ ജീവിതങ്ങളിൽ ഈ ഒരു ആത്മീയ സന്തോഷം ഉണ്ടാകും. അല്ലെങ്കിൽ ഈ ആത്മാവിൻ്റെ നിറവോടുകൂടെ ദൈവഹിതം എന്തോ ആയിക്കോട്ടെ അത് നടന്നോട്ടെ എന്ന് പറയാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിൻ്റെ ആഴം ഉണ്ടാകും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. ഞാൻ കുറച്ചേറെ വർഷം ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരിടവകയിൽ എനിക്ക് വളരെയേറെ പരിചിതമുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിലെ ഒരു മോള് ഗർഭിണിയായി 6 മാസമായി. അപ്പോൾ ഈ മകള് എന്നോട് ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണമെന്ന്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ടിന് എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അച്ഛനൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛാ. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചു. പ്രിയപ്പെട്ടവർ, അതിനുശേഷം ആ ദിവസങ്ങളിലൊക്കെ ഈ മോൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പലയിടങ്ങളിലിരുന്ന് ഒരുപാട് പേര്
ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ആഴ്ചകൾ കഴിഞ്ഞു. മറ്റൊരു ദിവസം മൂത്ത സഹോദരി എനിക്കൊരു സന്ദേശം അയച്ചിരിക്കുകയാണ്, അച്ഛാ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. അവൾ അയച്ചിരിക്കുന്ന ഈ വോയിസ് മെസ്സേജിൽ ഒരുപാട് സങ്കടത്തോടെ വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് ഈ സന്ദേശം അയച്ചിരിക്കുക. എന്നിട്ട് അവൾ കൂട്ടിച്ചേർത്ത് അയച്ചിട്ടുണ്ട്, ആർക്കാണോ കുഞ്ഞ് നഷ്ടപ്പെട്ടത് അവൾ ഉള്ളിൽ സങ്കടമൊക്കെ ഒതുക്കി അവളിങ്ങനെ പുറമെ ചിരിച്ച് കാണിച്ച് നടക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ മോളെ നേരിട്ട് വിളിച്ചു. അപ്പോൾ അവൾ, അച്ഛാ എന്നാ ഉണ്ട് അച്ഛാ വിശേഷമൊക്കെ, അച്ഛന് ധ്യാനമല്ലേ ഇപ്പോൾ, തിരക്കാണോ, ഇങ്ങനെയൊക്കെ ചോദിച്ച് വളരെ കൂളായിട്ട് എന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്താ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, എന്താ നിനക്ക് വിശേഷം? അപ്പോൾ അവൾ ചോദിച്ചെന്നോട്, ചേച്ചി വിളിച്ച് കാണുമല്ലേ? ഞാൻ പറഞ്ഞു, ചേച്ചി വിളിച്ചു, കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയച്ച, പക്ഷേ സാരമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്കെന്നെ സങ്കടമില്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ അന്ന് ഡോക്ടറെ പരിശോധിച്ച ശേഷം ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിന് ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ട് ഒരു അപകടസ്ഥിതി അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനന്ന് മാതാവിനോട് പറഞ്ഞു, അമ്മേ എൻ്റെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് എനിക്ക് കിട്ടണം, ഒരു കുറവില്ലാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടണം, അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞ് വേണ്ട, അത് ദൈവത്തിൻ്റെ ഹിതമെന്തോ അതുപോലെ നടന്നോട്ടെ എന്ന് വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മയോട് അങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ സാധാരണക്കാരിയായ പെങ്കൊച്ച് എന്നോട് പറയാ, അച്ഛാ എന്തായാലും ഞാൻ അമ്മയോടങ്ങനെ പറഞ്ഞതല്ലേ, ഞാൻ ഈശോയോടങ്ങനെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും അത് ഈശോയുടെ ഇഷ്ടമല്ലേ, എനിക്കതിനെ വേണ്ടെന്ന് പറയാൻ ഒക്കുവോ? അതുകൊണ്ട് അന്നേരം കേട്ടപ്പം ഞാൻ പെട്ടെന്നൊന്ന് വാവിട്ടൊന്ന് കരഞ്ഞുപോയി. പക്ഷേ പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരാ, മോള് പറയാണ്, ദൈവം അങ്ങനാണെങ്കിൽ അങ്ങനെ നടന്നോട്ടെ, ഞാനെന്തിനാ സങ്കടപ്പെടുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് മതി എനിക്ക് കുഞ്ഞ്. പ്രിയപ്പെട്ടവർ, ഇതൊരു വളർച്ച. ഞാൻ ഈ സമയത്ത് ഈ മോൾ ഇങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണിക്കൂടെ കണ്ണീരിങ്ങനെ ഒഴുകുക. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, മോളെ എന്തായാലും എനിക്ക് സന്തോഷമുണ്ടടി, എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ പ്രഘോഷിച്ചിട്ടുള്ള വചനം വ്യർത്ഥമായിട്ടില്ലെന്ന് എനിക്കൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അതുകൊണ്ട് ദൈവത്തിന് നന്ദി. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട വചനങ്ങൾ വ്യർത്ഥമായി പോയില്ല എന്ന്. കാരണം ദൈവഹിതം അതാണെങ്കിൽ അങ്ങനെ നടന്നോട്ടെ എന്ന് പറയാൻ മാത്രമുള്ള ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ആ മകൾ വളരാനായിട്ട് ഇടവന്നെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഓർക്കുക, ഈ കാലഘട്ടത്തിൽ എത്രയോ മാതാപിതാക്കൾ, എത്രയോ യുവതി യുവാക്കൾ ഇതുപോലെ ദൈവഹിതത്തിന് ജീവിതത്തെ വിട്ടുകൊടുത്ത് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇങ്ങനെ അതിനെ ഏറ്റെടുക്കാൻ മാത്രം പര്യാപ്തമുള്ള ജീവിതങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്ന. അതുകൊണ്ട് ഇത് അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. പ്രിയപ്പെട്ടവർ, ദൈവഹിതത്തെ ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റുക. എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി നാശത്തിനല്ല, ക്ഷേമത്തിനാ. കുഞ്ഞുനാൾ മുതൽ കേട്ട് വളരുന്ന നന്മയുടെ ഒരു വചനമാണിതല്ലേ. ഓർത്ത് നോക്കിയേ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെ കരുപ്പിടിപ്പിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ദൈവിക സന്ദേശവും പുതിയ നിയമത്തിലെ ദൈവിക സന്ദേശം എന്ന് പറയുന്ന വ്യത്യസ്തത എന്ന് പറയുന്നത് ഇതാ. പഴയ നിയമത്തിൽ ഇതുപോലുള്ള അനർത്ഥങ്ങൾ സംഭവിക്കുക, രോഗങ്ങളുണ്ടാവുക, പ്രതിസന്ധി ഉണ്ടാവുക, വന്ധ്യത, തടസ്സം, ദുരന്തങ്ങൾ, ഇതൊക്കെ ഒരു ദൈവശിക്ഷയുടെ ഭാഗമായിട്ടാണ് കാണുന്നത്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് മാറി. പിന്നെന്താണ്? പുതിയ നിയമത്തിൽ ജീവിതത്തെ ഇങ്ങനെ ദൈവഹിത പ്രകാരം ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു കരുത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിറയാം. അതാണ് പുതിയ നിയമത്തിൻ്റെ വ്യത്യസ്തത. നമ്മുടെ ജീവിതത്തിൽ വളരേണ്ടത് ഈ ഒരു അഭിഷേകത്തിലേക്കാണ്. ദൈവഹിതമെന്തോ അത് നിറവേറട്ടെ എന്ന് പറയാൻ മാത്രമുള്ള ജീവിതത്തിൻ്റെ ആർജവത്വം ഉണ്ടാവുക. നമ്മളിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ പള്ളി കൊണ്ടുപോയി അച്ഛന്മാരെ കൊണ്ട് തലക്കൈ വെപ്പിച്ച് പ്രാർത്ഥിക്കുമല്ലേ, അച്ഛാ ഈ കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രിയിൽ ഇങ്ങനെ ഞെട്ടി ഞെട്ടി കരച്ചിലാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക അലർജിയുടെ അസ്വസ്ഥതയാച്ചാ, ഒന്ന് പ്രാർത്ഥിക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ തലമാണല്ലേ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ചെയ്യുമ്പോൾ അത് മാറും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പഴയ തലമുറയുടെ ആ നന്മയുടെ പൈതൃകം ഇന്നും അങ്ങനെ നിലനിൽക്കുന്നത്.
ഈ ഒരു രോഗം മാറി. അപ്പോൾ ഒരു അച്ഛനെ കൊണ്ട് തലയിൽ കൈവപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം ആ ഒരു കുഞ്ഞിലുണ്ടാകില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ടെന്ന് അതങ്ങ് മാറി കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കുഞ്ഞ് സങ്കടം ഉണ്ടാകാതെ, രോഗം ഉണ്ടാകാതെ ഇങ്ങനെ വളർന്നു വരണം, അതല്ലേ? അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരച്ഛൻ ഒരു തലക്കൈ വെച്ച് ഒരു കുഞ്ഞിനെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, കർത്താവ് ഈശോ മിശിഹാ നേരിട്ട് ഒരു കുഞ്ഞിൻ്റെ തലക്കൈ വെച്ചാൽ എന്തായിരിക്കും? അത് പിന്നെ മരിക്കുക പോലുമില്ല, നിത്യയൗവനം, ദീർഘായുസ്, അങ്ങനെ ആയിരിക്കും, അല്ലേ? ഈശോ കുഞ്ഞുങ്ങളെ ശിരസിൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ചത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കണ്ടെത്തുന്നുണ്ട്. ഈശോ അങ്ങനെ അനുഗ്രഹിച്ച ഒരു കുഞ്ഞാണ് പാരമ്പര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈജിപ്തിലെ ഇഗ്നേഷ്യസ്. അതായത് ഈശോ കയ്യിലെടുത്ത് അനുഗ്രഹിച്ച കുഞ്ഞ്. അപ്പോൾ എന്തായിരിക്കും ആ കുഞ്ഞിൻ്റെ അവസ്ഥ? ഒരു കുഴപ്പമില്ലാതെ നല്ല തക്കടുമുണ്ടനായിട്ട് ഇങ്ങനെ വളർന്നു വരണം. എന്നാൽ ഈജിപ്തിലെ ഇഗ്നേഷ്യസ് നല്ല പ്രായത്തിൽ മരണപ്പെട്ടു. അതെങ്ങനെയാണെന്ന് കൂടെ കേൾക്കണ്ടേ? അത് സിംഹക്കുഴിയിൽ എറിയപ്പെട്ട് ഭീകരമായ ഒരു മരണമായിരുന്നു. ചിന്തിച്ചു നോക്കിയേ, ഈശോ കൈവച്ച് അനുഗ്രഹിച്ച ഒരു വ്യക്തിയുടെ മരണം സിംഹക്കുഴിയിൽ എറിയപ്പെട്ട്. ഈ സിംഹക്കുഴിക്ക് പുറത്ത് ഈ ഇഗ്നേഷ്യസിനെ കൊണ്ടിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഈ സിംഹക്കുഴിയിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ട് സിംഹങ്ങൾ ഇങ്ങനെ വിശന്ന് വലഞ്ഞത് മുകളിലേക്ക് ഇര വരുന്നത് നോക്കി കാത്തുകെട്ടിയിരിക്കുക. ഈ സിംഹക്കുഴിക്ക് പുറത്ത് മുകളിൽ നിന്ന് ഇഗ്നേഷ്യസ് കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു. സ്വർഗസ്നായ പിതാവേ, അങ്ങ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ചവനാണ്. യുവാക്കളെ തീച്ചൂളയുടെ മധ്യത്തിൽ തണുപ്പ് നൽകി അനുഗ്രഹിച്ചവനാണ്, സംരക്ഷിച്ചവനാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തെ ഈ സിംഹങ്ങളിൽ നിന്ന് അവിടുന്ന് ഒരിക്കലും രക്ഷിക്കരുത്. ഈ സിംഹങ്ങളുടെ പല്ലുകൾക്കിടയിൽ കടന്ന് എൻ്റെ ശരീരത്തിൻ്റെ അസ്ഥികൾ പോലും ഒരു ഗോതമ്പ് മണി പോലെ പൊടിഞ്ഞ് ഇല്ലാതാകട്ടെ. പ്രിയപ്പെട്ടവരെ, നോക്ക്, കർത്താവ് അനുഗ്രഹിച്ച ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തത ഇതാ. അതിന് ഒരു അപകടം ഉണ്ടാകില്ല, അതിന് ദുരിതം ഉണ്ടാകില്ല, അതിന് അനർത്ഥം ഉണ്ടാകില്ല, അതിന് രോഗം ഉണ്ടാകില്ല എന്നല്ല, മറിച്ച് എന്താണ്? ആ ജീവിതത്തെ, ആ മരണത്തെ ഇങ്ങനെ ഇതുപോലെ പ്രശാന്തതയോടെ, ശാന്തതയോടെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള വിശ്വാസത്തിൻ്റെ ആഴം, ധീരത, അതാണ് പുതിയ നിയമത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വ്യത്യസ്തത. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ, തീഷ്ണതയോടെ പറ ഹല്ലേലൂയ. പ്രിയ ക്രിസ്ത്യാനി, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടത് ഇങ്ങനാ, നിന്റെ ജീവിതം ഉയരേണ്ടത് ഇങ്ങനാ. നിന്റെ ജീവിതത്തിൽ നീ തിരിച്ചറിയണം, ദൈവഹിതം എന്തോ അതിനെ ഞാൻ നിറവേറ്റണം. ദൈവഹിതം എന്തോ ആയിക്കോട്ടെ, അതിനെ നിറവേറ്റാൻ മാത്രമുള്ള ഒരു ജീവിതത്തിൻ്റെ കരുത്ത് നേടിയെടുക്കണം. അതിനാ നീ പള്ളി പോകണ്ടേ, അതിനാ നീ കൂദാശ സ്വീകരിക്കണ്ടേ, അതിനാ നീ യേശുക്രിസ്തുവിലേക്ക് വളരണ്ടേ, അതിനാ നീ വചനം വായിക്കണ്ടേ, അതിനാ നീ വചനം കേൾക്കണ്ടേ. ആത്മീയ കരുത്ത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നേടിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനകേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടത്, നമ്മൾ ആത്മീയ ശുശ്രൂഷകളിലേക്ക് പോകേണ്ടത് വേറൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാകരുത് കേട്ടോ. മറിച്ച് ആത്യന്തികമായ ലക്ഷ്യം ഒരു യഥാർത്ഥ തെളിച്ചമുള്ള ക്രിസ്തീയ ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. ഇത് ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കപ്പെടുന്ന ജീവിതം. ദൈവം അറിയാതെ, അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നൊരു വ്യക്തിക്ക് ആഴത്തിൽ വിശ്വസിക്കാൻ പറ്റിയാൽ പിന്നെ പൗലോസ്ലീഹായെ പോലെ ഏറ്റുപറയാൻ പറ്റും, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? രോഗമോ, പട്ടിണിയോ, പീഡനമോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇല്ല, ഒന്നിനും എൻ്റെ ജീവിതത്തെ ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നത് തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല. എന്നാ ദുരന്തം വന്നാലും ഞാൻ പറയും, എന്താ ദൈവഹിതം അങ്ങനാണെങ്കിൽ അങ്ങനെ നടന്നോട്ടെ. ഏത് മാരക രോഗം വന്നാലും ഞാൻ പറയും, എന്താ ദൈവഹിതം അതാണെങ്കിൽ അങ്ങനെ വന്നോട്ടെ. ഇവിടെ ഇത് കേട്ടോണ്ടിരിക്കുന്ന രോഗികളായിരിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. വിവിധ മാധ്യമങ്ങളിലൂടെ ഇത് ശ്രവിക്കുന്ന, കഠിന രോഗാവസ്ഥകളിലായിരിക്കുന്ന, കിടന്ന കിടപ്പിൽ നാളുകളായിട്ട് കിടക്കുന്ന ഒരുപാട് മക്കളുണ്ടാകും. ഞാൻ സ്നേഹത്തോടെ അവരോട് ഓർമ്മിപ്പിക്കുകയാണ്, ഇതിന് പിന്നിലുള്ള ഒരു ദൈവിക ഹിതത്തെ തിരിച്ചറിയാൻ മാത്രം നമ്മുടെ ജീവിതങ്ങൾ ഇങ്ങനെ വളരണമെന്നാണ്. കടപ്പിൽ കിടന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ആത്മീയമായി വളരാനായിട്ട് തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്.
എന്തൊരു പ്രസരിപ്പാണ് അവരുടെ ജീവിതത്തിൽ, എന്തൊരു പ്രകാശമാണ് ആ മുഖത്ത്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചില ജീവിതങ്ങൾ അങ്ങനാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒരു ഹിതമുണ്ടെന്ന് ഇങ്ങനെ ഉൾക്കൊള്ളാൻ പഠിക്കുന്ന ഒരു പാഠം, അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ 143:10 ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റാൻ എന്നെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ ഹിതം നിറവേറ്റാൻ എന്നെ പഠിപ്പിക്കണേ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാ പ്രിയപ്പെട്ടവരെ, വേറൊന്നും അല്ല കേട്ടോ. വേറെ ആ കാര്യം കിട്ടാൻ, ഈ നേട്ടം ഉണ്ടാകാൻ ഒക്കെ ആകാം. പക്ഷേ കൂട്ടിച്ചേർത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞോണം. എന്ത്? എൻ്റെ ഇഷ്ടമല്ല നിറവേറേണ്ടത്, അങ്ങയുടെ ഇഷ്ടമാണ്. ഹല്ലേലൂയ, ഉണർവോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിലുള്ള ഒരു സമ്പൂർണ്ണ വിശ്വാസമാണ്, ഒരു പൂർണ്ണ ആശ്രയത്വമാണ്, അല്ലേ? അങ്ങനെയുള്ളൊരു വ്യക്തിക്കല്ല ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. എന്തോ ആയിക്കോട്ടെ, എന്ത് സംഭവിച്ചോട്ടെ, ഞാൻ അതിന് തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ വളരണം. ഫിലിപ്പി ലേഖനത്തിൻ്റെ 4:19 നമുക്ക് പരിചിതമാണ്. എന്താണത്? എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സംഭരണിയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഇത് ഞാൻ എൻ്റെ ചങ്കോട് കൈകൾ ചേർത്ത് വെച്ച് ഏറ്റു പറയേണ്ട വചനമാണ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സംഭരണിയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതൊക്കെ തരും. എനിക്ക് ആവശ്യമുള്ളത് എന്തെന്ന് അറിയുന്ന ഒരു ദൈവമാണ് അവിടുന്ന്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് നന്മയായത് തരും. കാരണം ഞാൻ ആശ്രയിക്കുന്നത് ആ സർവശക്തനിലാണ്. ഞാൻ പ്രാർത്ഥിക്കാത്തപ്പോൾ എന്തെങ്കിലും സംഭവിക്കാം, അതെനിക്ക് നന്മയാകണമെന്നില്ല. കണ്ടോ? അതാണ് പ്രശ്നം, അവിടാണ് കുഴപ്പം. ഞാൻ പ്രാർത്ഥിക്കാത്തപ്പോൾ എന്ത് സംഭവിക്കും, പക്ഷെ നന്മയാകണമെന്നില്ല. ഞാൻ പ്രാർത്ഥിച്ച് അതിനെ സ്വീകരിക്കുമ്പോൾ അവിടെ ദൈവം നിൻ്റെ ജീവിതത്തിൽ നാശകാരണമായത് ഒന്നും തരില്ല. യെശയ്യാ 55:8 നമ്മൾ വായിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ ചിന്തകളും എൻ്റെ വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ ചിന്തകളും എൻ്റെ വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ ചിന്തകൾ എൻ്റെ ചിന്തകളേക്കാൾ, എൻ്റെ വഴികളേക്കാൾ ഒരുപാട് ഉന്നതമാണെന്ന് ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് മുമ്പിൽ എൻ്റെ അറിവെന്ന് പറയുന്നത് തുലോം നിസ്സാരമാണെന്ന് കരുതാൻ മാത്രം നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിക്കുന്നിടത്താണ് ഒരു പരിപൂർണ്ണ ആശ്രയത്വത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ ഉണരുക. അവിടെ മാത്രമാണ് ദൈവഹിതം നിറവേറട്ടെ എന്ന് പൂർണ്ണ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക. അതുകൊണ്ട് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ദൈവമേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നാളുകളിൽ പ്രാർത്ഥിക്കണം കേട്ടോ. ഹൃദയം തുറന്ന് ഓരോ മക്കളും പ്രാർത്ഥിക്കണം. കർത്താവെ, വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം, എന്നിൽ അങ്ങനെയുള്ള ആശ്രയത്തെ വർദ്ധിപ്പിച്ചു തരണം. അതുവഴി ഞാനിങ്ങനെ സ്നേഹത്തിലേക്ക് വളരണം, ദൈവഹിതം നിറവേറ്റുന്നൊരു വ്യക്തിയായിട്ട് മാറണം. നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധി നിറഞ്ഞ, കൃപ നിറഞ്ഞ ജീവിതങ്ങളായിട്ട് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്കും ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ സ്നേഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒരു അഭിഷേകം നമ്മളിലേക്ക് പുറപ്പെടും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് ദൈവവിശ്വാസത്തിൻ്റെ ആഴം നമ്മളിൽ വർദ്ധിപ്പിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ജീവിക്കുന്ന ദൈവമേ, ഈ ലോക ജീവിതത്തിൽ പൂർണ്ണ സാന്നിധ്യമായി അവിടുന്ന് കൂടെ ഉണ്ടായിരുന്നിട്ടും കരുണയോടെ അവിടുന്ന് കരം പിടിച്ച് വഴി നടത്തിയ, വാത്സല്യത്തോടെ അവിടുന്ന് കൂടെ ഉണ്ടായിരുന്ന ഏറെ അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞിട്ടും അങ്ങയുടെ ഹിതം അന്വേഷിക്കാതെ പോയ ഒത്തിരി അവസരങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് കർത്താവേ. ഈ ലോകത്തിലെ നൈമിഷിക സന്തോഷങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിലെ കൊച്ചു സുഖങ്ങൾക്ക് വേണ്ടി എൻ്റെ മനസ്സ് പരതിയ നിമിഷങ്ങളുണ്ട്. ആത്മനിയന്ത്രണമില്ലാതെ എൻ്റെ മനസ്സ് ലോകവ്യാമോഹങ്ങളോട് ഐക്യപ്പെട്ടു പോയി. ദൈവഹിതം എന്തെന്ന്
ഞാൻ അന്വേഷിച്ചില്ല. ദൈവമേ, ഇന്ന് ഞാൻ തിരിച്ചറിയുക, ദൈവേഷ്ടം നിറവേറട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കട്ടെ. ലോകത്തിൻ്റെ വശ്യതകളിലും വ്യാമോഹങ്ങളിലും കടന്നുപോയ എൻ്റെ ജീവിതത്തിൽ തീഷ്ണത നഷ്ടപ്പെട്ടു. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉടലെടുത്തപ്പോൾ എന്നിലുള്ള വിശ്വാസം അസ്തമിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ ഇരുൾ പരന്നു. ഓ ദൈവമേ, ഈ നിമിഷം സ്നേഹപൂർവ്വം അങ്ങയുടെ തിരുമുമ്പിലായിരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ മാത്രം, അങ്ങയുടെ ഇഷ്ടം അന്വേഷിക്കാൻ മാത്രം എൻ്റെ ജീവിതം വിശ്വാസത്തിൻ്റെ തീഷ്ണതയുള്ളതായിട്ട് മാറണം. അപ്പസ്വലന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചോട്ടെ, ഞാൻ സ്നേഹത്തോടെ ആഗ്രഹിച്ചോട്ടെ. കർത്താവെ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഈശോ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. കരങ്ങളുടെ യാചനാരൂപത്തിൽ പിടിച്ച ഓരോ മക്കളും ഹൃദയത്തിൻ്റെ ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഈശോ, വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ, അങ്ങനെയുള്ള ആശ്രയത്വം വർദ്ധിപ്പിക്കണമേ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്നിലുള്ള തീക്ഷ്ണത വർദ്ധിപ്പിക്കണമേ, ദൈവാശ്രയത്വം വർദ്ധിപ്പിക്കണമേ, ദൈവിക കരുണയോടെ എന്നിലേക്ക് വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം. വിശ്വാസം നൽകണമേ എൻ്റെ ഈശോ, നാഥ, വിശ്വാസം നൽകണമേ. ഓരോ മനസ്സുകളും ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് വിശ്വാസം നൽകണമേ, ദൈവാശ്രയം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. വിശ്വാസം നൽകണമേ. ഒത്തിരി മനസ്സുകളെ കർത്താവ് സ്പർശിക്കട്ടെ. എൻ ഹൃദയത്തിൽ നീ വരണേ, ഈശോ, വിശ്വാസം നൽകണമേ. കർത്താവേ, വിശ്വാസം നൽകണമേ, നാഥ, വിശ്വാസം നൽകണമേ. ഓരോ മക്കളുടെയും ജീവിതത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെടാൻ, അതുവഴി ദൈവിക കരുണയൊഴുകുക, ദൈവിക കൃപയിൽ ശക്തി പ്രാപിക്കാൻ ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വിശ്വാസത്തിന്റെ വലിയ പ്രകാശം നൽകി അനുഗ്രഹിക്കും. ദൈവാശ്രയത്തിൻ്റെ വലിയ അഭിഷേകം നൽകും. ഈശോ ആശീർവദിക്കുന്ന സമയമാണിത്. എല്ലാവരും ദാഹിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇരു കരങ്ങളും കർത്താവിന് ജീവിതത്തെ അടിയറ വെക്കുന്നതിൻ്റെ പ്രതീകമായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് ഈശോയെ വിളിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്ന് അനുഗ്രഹിക്കും. ബോധ്യത്തോടെ ആഗ്രഹിച്ച് വിളിക്കട്ടെ. ഇരു കരങ്ങൾ ഉയർത്തി അധരം തുറന്ന് ശക്തിയോടെ തീഷ്ണതയോടെ കർത്താവിന്റെ നാമത്തെ ഒരുമിച്ച് ചേർന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ഈശോയെ, 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 അനുഗ്രഹിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, തീഷ്ണത വർദ്ധിപ്പിക്കണമേ, കൃപ വർദ്ധിപ്പിക്കണമേ, ദൈവാശ്രയത്വം വർദ്ധിപ്പിക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങിൽ ആശ്രയം വെക്കാം. എന്റെ ജീവിതത്തിലേക്ക് കരുണ ചൊരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒത്തിരി മനസ്സുകളെ കർത്താവ് തൊടുന്നു. ഒരുപാട് കുടുംബങ്ങളിലേക്ക്, വിശ്വാസം അറ്റുപോയ അവസ്ഥകളിലേക്ക്, മനസ്സിന്റെ ഇരുളിമകളിലേക്ക് ദൈവിക പ്രകാശം നിറയ്ക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.